നല്ല ദഹനത്തിനും വെയിറ്റ് കുറയ്ക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്തി ദിവസം മുഴുവൻ നല്ല എനർജിയോടെ ഇരിക്കാനും ഏത് നേരവും കഴിക്കാവുന്ന ഒരു സ്പൗട്ടഡ് സാലഡ് റെസിപ്പി. കൂടുതൽ ഫൈബറും പ്രോട്ടീനും അടങ്ങിയിരിക്കുന്ന ഈ സാലഡ് തയ്യാറാക്കാൻ ഞാൻ ഒരു സ്പൂണ് കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 സ്പൂണ് നല്ല ജീരകം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു സവോളയുടെ പകുതിയും ഒരു ഗ്രീൻ ചില്ലിയുമാണ് ചേർക്കുന്നത്. ഒരുപാടങ്ങ് ബ്രൗൺ കളറൊന്നും ആകുമൊന്നും വേണ്ട, ജസ്റ്റ് ആ പച്ചക്കുത്തൊന്ന് മാറി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് ക്യാരറ്റാണ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നത്. ഇത് നമ്മൾക്കൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 250 ml കപ്പിൽ 1 കപ്പ് ചെറുപയർ മുളപ്പിച്ചതാണ്. ഇത് പ്രമേഹ രോഗികൾക്കും കൂടെ കൂട്ടാവുന്ന നല്ലൊരു ഹെൽത്തി ഓപ്ഷനാണ്. ചെറുപയർ മുളപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂട്ടാതെ തടയുന്നു. ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർക്കുന്നത്. നമ്മളുടെ ചെറുപയർ സ്പൗട്ടഡ് ആയതുകൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കുക്കറിൽ വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ലോ ഫ്ലെയിമിലാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഈ സമയം കൊണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾക്കൊരു സിമ്പിൾ സാലഡ് ഡ്രസ്സിങ് തയ്യാറാക്കാം. ഞാൻ ഇതിനായിട്ട് പുളിയില്ലാത്ത കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്രീൻ ചില്ലിയും 2 വെളുത്തുള്ളിയുടെ അല്ലിയും കുറച്ച് പനീറും 1 പിടി മല്ലിയിലയും ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇത് കുറച്ച് കടുകിൻ്റെ മൈക്രോഗ്രീൻസ് ആണ്. സാലഡ് ഡ്രസ്സിങ്ങിലൊക്കെ മൈക്രോഗ്രീൻസ് ചേർത്ത് കഴിക്കാവുന്നതാണ്. നമ്മൾക്ക് ബീറ്റ്റൂട്ടോ ചെറുപയറിൻ്റെ മൈക്രോഗ്രീൻസോ ഗോതമ്പിൻ്റെയോ അങ്ങനെ എന്ത് വേണേലും വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. നമ്മളുടെ സാലഡ് ഡ്രസ്സിങ് നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കട്ട്ലറ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വേറെ വെജിറ്റബിൾ സാലഡിൻ്റെ കൂടെ ഒക്കെ കൂട്ടാവുന്നതാണ്. മണ്ണും വളവും ഒന്നുമില്ലാതെ ഹെൽത്തിയായി മൈക്രോഗ്രീൻസ് വീട്ടിൽ വളർത്തിയെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ചെറുപയറൊക്കെ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മളുടെ ഇഞ്ചിയും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. നമുക്ക് ഇഞ്ചിയുടെ ഒരുപാട് ടേസ്റ്റ് അങ്ങ് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ചേർക്കാത്തത്. ദഹനത്തിന് ഒക്കെ ഏറെ നല്ലതാണ് ചെറുപയർ കഴിക്കുമ്പോൾ ഇഞ്ചിയൊക്കെ കൂട്ടുന്നത്. ഇനി നമ്മൾക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് വീതം നമ്മളുടെ സ്വീറ്റ് കോണും മട്ടറുമാണ്. വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്നതാണ്. നമ്മുടെ ക്യാപ്സിക്കമോ ബീൻസോ അങ്ങനെ എന്ത് വേണേലും. ഈ ഒരു കോമ്പിനേഷൻ കിട്ടുവാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആ സ്വീറ്റ് കോണിൻ്റെ മധുരമൊക്കെ ഈ ഒരു സാലഡിന് പ്രത്യേക രുചി നൽകുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നമ്മളുടെ ചെറുപയറും വെജിറ്റബിൾസും ഒന്ന് ഒരുപാടങ്ങ് ഓവർ കുക്കായി കുഴഞ്ഞു പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണേ. വെള്ളമൊന്നും ഇല്ലാത്തതിനാൽ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളുടെ വെജിറ്റബിളും ചെറുപയറും ഒക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 1/4 സ്പൂൺ വീതം ചില്ലി ഫ്ലേക്സും പെപ്പർ പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കണം. ചെറിയൊരു എരിവ് മുന്നിട്ട് നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി നല്ല ദഹനത്തിനും ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഒഴിവാക്കാനായിട്ട് 1 സ്പൂണ് ലെമൺ ജ്യൂസും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് കുക്ക് ചെയ്താൽ ഇനി ലെമൺ ജ്യൂസിൻ്റെയൊക്കെ ആ ടേസ്റ്റ് അങ്ങ് പോകും. ഒത്തിരി അങ്ങ് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഇതുപോലെ വിട്ട് കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾക്ക് കുക്കാക്കിയെടുക്കാൻ. ഇത് നിങ്ങൾക്ക് ഏത് നേരവും കഴിക്കാവുന്ന ഒരു സിമ്പിൾ സാലഡ് റെസിപ്പിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഉച്ചയ്ക്ക് ചോറിന് പകരമോ അല്ലെങ്കിൽ വൈകിട്ട് ചപ്പാത്തിക്ക് പകരമോ ഒക്കെ കൂടെ കൂട്ടാവുന്ന ഒരു സിമ്പിൾ സാലഡാണ്. ഈവനിങ് സ്നാക്സ് ആയിട്ടോ ലഞ്ച് ബോക്സ് ആയിട്ടോ പാക്ക് ചെയ്യാവുന്നതാണ്. അമിതവണ്ണവും വെയിറ്റും കുറച്ച് വയറ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഹെൽത്തി ഓപ്ഷനാണ്. ഹെൽത്തിയായ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നർ റെസിപ്പീസും ചാനലിലുണ്ട്. ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവോള കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് മൈക്രോഗ്രീൻസ് ആണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. ദഹനത്തിനൊക്കെ ഏറെ നല്ലതാണ് മല്ലിയില കഴിക്കുന്നത്. നമ്മളുടെ കിഡിലൻ സാലഡ് ബൗൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഒരു മടുപ്പുമില്ലാതെ കഴിക്കാൻ കേട്ടോ. അത്രയ്ക്കും ക്രഞ്ചിയും ടേസ്റ്റിയുമാണ്. വെജിറ്റബിൾസ് ഒത്തിരി കുക്ക് ചെയ്ത് കുഴഞ്ഞു പോകാതെ ശ്രദ്ധിച്ചാൽ മതി. കൂടുതൽ പ്രോട്ടീനും ഫൈബറും കാൽഷ്യവും ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് നമ്മളുടെ ഈ സാലഡിൽ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകും കേട്ടോ. ലഞ്ച് ബോക്സ് ആണെങ്കിൽ ദാ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് എന്താണേലും ഇഷ്ടമാകും. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.